ഹലോ, നിങ്ങൾ കാത്തിരുന്ന പുതിയ എപ്പിസോഡ് അത് തുടങ്ങാം. ഇഷ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഇഷ കണ്ടിരുന്നു സോഫയിലിരുന്ന് തന്നെ നോക്കിയിരിക്കുന്ന ലളിതയെ. ഇഷയുടെ ഉള്ളിൽ ഭയം അവരെ കണ്ട നിമിഷം വല്ലാതെ നിറഞ്ഞിരുന്നു. എന്നാലും അവർക്ക് മുന്നിൽ നിന്ന് ചെന്നു. അമ്മേ, അമ്മ. ആരുടെ അമ്മ എന്നുള്ള ഇഷയുടെ വിളി അംഗീകരിക്കാൻ പറ്റാതെ ലളിത ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഇഷയെ തല്ലാനായി കൈ പൊക്കിയതും എന്തോ ഒന്ന് ഓർത്തതുപോലെ അവർ കൈ താഴ്ത്തി. കാരണം ആ നിമിഷം അവരുടെ ഉള്ളിൽ ഇന്നലെ ഇഷയെ തല്ലിയ നിമിഷം രുദ്രന്റെ അവന്റെ കണ്ണുകളിൽ ദേഷ്യം അവർ കണ്ടതാണ്. അതിനെ ഇനിയും താങ്ങാനുള്ള ശക്തി അവർക്കില്ല. അതാണ് സത്യം. അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അവരുടെ ഇളയ മകൾ ജാനകി കുറച്ച് നടന്നിട്ട് കരയേറി വരുന്നത് കണ്ടത്. ലളിത പെട്ടെന്ന് നല്ലൊരു അമ്മയായി. അവർ ആദ്യയോടെ പോയി മകൾക്കരികിൽ നിന്ന് തലോടാനും സ്നേഹം പ്രകടിപ്പിക്കാനും തുടങ്ങി. അപ്പോഴാണ് ഇഷ അത് ശ്രദ്ധിക്കുന്നത്. ജാനകി ഗർഭിണിയാണ്. അപ്പം അവരുടെ സംസാരത്തിൽ നിന്നും 9ാം മാസം തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. നിറവയറോടെ നിൽക്കുന്ന ജാനകി ഇഷയിൽ അത്ഭുതം നിറച്ചു. കാരണം പ്രണയിച്ചു നടന്ന കാലങ്ങളിൽ രുദ്രന്റെ വാക്കുകളിൽ കൂടി ഏറ്റവും കൂടുതൽ കേട്ടത് ജാനിമോൾ എന്നായിരുന്നു. പിന്നെ പിന്നെ ആ പേര് പറയാതെയായി. താനായിട്ട് ചോദിച്ചാൽ ദേഷ്യവും. അല്ലെങ്കിലും രുദ്രന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും കുത്തി ചോദിക്കുന്നത് അവനിഷ്ടല്ല. താനാണെങ്കിലോ പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാനും തയ്യാറാകില്ലായിരുന്നു. അതിനാൽ തന്നെ ആ കാരണം ഇപ്പോഴും എനിക്കറിയില്ല. എടി, നീ എന്താലോചിച്ച് നിൽക്കുകയാണ്? എന്റെ കുഞ്ഞിനൊടിക്കാൻ പാല് തിളപ്പിച്ചുകൊണ്ട് വാടി. ലളിതയുടെ അലർച്ച കേട്ട് ഈശ പെട്ടെന്ന് പതിയെ ചെവി പൊത്തി. പിന്നെ ഇനിയും ഒന്നും കേൾക്കാൻ വയ്യാത്ത പോലെ വേഗം അടുക്കളയിലേക്ക് പോയി. പോകുന്നതിന് മുമ്പായി അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്നെ വഴക്കു പറയുമ്പോൾ സന്തോഷിക്കുന്ന ജാനകി കാരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചു കൊണ്ട് തന്നെയാണ് അവൾ അടുക്കളയിലേക്ക് ചെന്നത്. അടുക്കളയിൽ ജോലിക്ക് 2 പേര് നിൽപ്പുണ്ട്. കണ്ടിട്ട് 50ഓളം പ്രായം വരുന്നു എന്ന് തോന്നുന്നു. തന്നെ കണ്ടതും അവർ ഉടനെ ബഹുമാനത്തോടെ, അയ്യോ കുഞ്ഞെ, എന്താ വേണ്ടത്? എന്തായാലും പറഞ്ഞാ മതി. ഇങ്ങനെ അടുക്കളയിലൊക്കെ വന്നാൽ രുദ്രൻ കുഞ്ഞ് ഞങ്ങളെ വഴക്കു പറയും. അവർ ഇരുവരിൽ കുറച്ച് പ്രായം തോന്നുന്ന അമ്മ പറഞ്ഞു. അതിന് ചിരിയോടെ ഇഷ എന്തോ ചോദിക്കാൻ തുടങ്ങിയതും അവിടെ ലളിതയുടെ സൗണ്ട് മുഴുകി. എന്താ ഇവിടെ? ജോലി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ രമണി. ലളിത ഇഷയെ കൊണ്ട് ചോദിച്ച് സ്ത്രീയെ നോക്കി ചോദിച്ചു. അവരകത്തേക്ക് വരുന്നത് കണ്ടതും ഇഷ പിന്നെ ഒന്നും മിണ്ടാതെ ഫ്രിഡ്ജ് തുറന്ന് ഒരു പാൽ കവർ എടുത്തു. കൂട്ടത്തിൽ മറ്റൊരു ജോലിക്കാരി അവൾക്കൊരു പാത്രവും നൽകി. അവൾ ശ്രദ്ധയോടെ അതിലേക്ക് ഒരു ഗ്ലാസ് പാല് അരിച്ച് തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്കും ലളിതയുടെ ചോദ്യത്തിന് മറുപടി വന്നിരുന്നു. അയ്യോ, അതല്ല മാഡം, രുദ്രൻ കുഞ്ഞിന്റെ ഭാര്യ അടുക്കളയിൽ വന്നത് കണ്ടു. അത് കണ്ടോ ഞങ്ങൾ പറഞ്ഞതാ. അവർ തങ്ങളുടെ ഭാഗം തുറന്നു പറഞ്ഞു. അത് കേട്ടതും ലളിത ഇഷയെ നോക്കിക്കൊണ്ട്, അതെ, ഇവള് നിങ്ങളെ പോലെ തന്നെയാണ് ഇവിടുത്തെ ജോലിക്കാരി. ആകെ ഒരു വ്യത്യാസം രുദ്രന്റെ താലി കഴുത്തിലുണ്ട് എന്ന് മാത്രമാണ്. അത്രയും പറഞ്ഞവർ ഇഷയെ നോക്കി. പക്ഷെ ഇഷ അതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന കണ്ടതും അവർക്ക് കലിച്ചു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആകണം അവർ പിന്നെയും അങ്ങനെ പറഞ്ഞത്. ഇവളെ ഈ വീട്ടിലേക്ക് അവൻ കൊണ്ടുവന്നത് എന്ന്, എന്തിനാ കൊണ്ടുവന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അല്ല, അവനെ എങ്ങനെ കുറ്റം പറയും? ആളുകളെ മയക്കാനുള്ള തൊലിവെളുപ്പല്ലേ. അവനില്ലാത്ത സമയം നോക്കി ഇനി എത്ര പേര് ഈ വീട്ടിൽ കയറി വരില്ല എന്നാര് കണ്ടു? അറയ്ക്കുന്ന ഭാഷ അവർ ഇഷയ്ക്ക് നേരെ അമ്പായി പാഞ്ഞുവിടാൻ തുടങ്ങി. അതിൽ അവസാനത്തെ അമ്പ് ശരിക്കും ഇഷയ്ക്ക് കൊണ്ടു. അതിന്റെ ഇടയ്ക്ക് അവളുടെ കൈ തട്ടി ഇഷയുടെ കൈയിലേക്ക് പാൽ വീണു. നല്ല തിളച്ച പാലായതിനാൽ ഇഷ അലറിപ്പോയി. പെട്ടെന്നാണ് ആരോ വന്ന് ഇഷയെ കോരിയെടുത്തത്. ഇഷ ഞെട്ടലോടെ നോക്കുമ്പോഴേക്കും രുദ്രൻ അവളുമായി ഡൈനിങ് ഏരിയയിലുള്ള സോഫയിൽ കൊണ്ടിരുത്തി. അപ്പോഴേക്കും ജോലിക്കാർ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി വന്നു. ഒപ്പം തണുത്ത വെള്ളത്തിൽ ഐസ് ഇട്ട ഒരു പാത്രം.
രുദ്രൻ അവളുടെ കൈ തണുത്ത വെള്ളത്തിലേക്ക് മുക്കി. പൊള്ളിയിരിക്കുന്ന കൈക്ക് ഒരു ശമനം തോന്നി. പക്ഷെ അപ്പോഴൊന്നും ഇഷ മുഖമുയർത്തി രുദ്രനെ നോക്കിയില്ല. ഹാളിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ലളിതയ്ക്കാണെങ്കിലും വല്ലാത്ത പേടി. കാരണം താൻ കാരണമാണ് എന്ന് രുദ്രൻ അറിഞ്ഞാൽ തന്റെ അവസ്ഥ ഓർത്തുള്ള ഭയത്തിലാണ് അവർ. ബാക്കിയുള്ളവരും ഏതാണ്ട് അത് തന്നെയെന്ന ചിന്ത. എന്ത് പ്രശ്നങ്ങളാണ് എങ്കിലും മുഷിക്കുന്നുണ്ടോ അത് രുദ്രന് സഹിക്കില്ല എന്ന് തന്നെ കാര്യം. എന്നാൽ ഇതേ സമയം രുദ്രൻ ഇഷയെ നോക്കിയിരിക്കുകയാണ്. അവളുടെ മുഖം കുഴച്ചുള്ള ഇരിപ്പ് രുദ്രൻ വല്ലാത്ത ദേഷ്യം തോന്നി. എന്നിരുന്നാലും അവൻ പതിയെ ചോദിച്ചു, നീ ആരാടി ഇവിടുത്തെ? രുദ്രന്റെ ചോദ്യത്തിൽ ഇഷ വല്ലാതെ പതറിപ്പോയി. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ. പക്ഷെ മനസ്സ് അവളോട് പറയാൻ ആഗ്രഹിച്ച കാര്യം പേടിയോടെയാണ് എങ്കിലും പറയാൻ തീരുമാനിച്ചു. ഞാൻ രുദ്രന്റെ ഭാര്യ. എന്താ പറഞ്ഞത്? ഉറക്കെ പറ ഇഷ. ഇത്തവണ രുദ്രന്റെ സൗണ്ട് വല്ലാതെ ഉയർന്നു. അതറിഞ്ഞ ഇഷ, നിന്റെ ഭാര്യ. ഇഷ രുദ്രന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, ഉറപ്പോടെ. പെട്ടെന്ന് രുദ്രൻ ഇഷയെ ഒന്ന് നോക്കി, പ്രണയത്തോടെ. പക്ഷെ അത് ആർക്കും മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. പക്ഷെ ആ നിമിഷം ഇഷ അറിഞ്ഞിരുന്നു അവന്റെ കണ്ണുകളിലെ പിടച്ച് കുസൃതിയോടെ. അത് ആസ്വദിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ രുദ്രൻ അവൾക്ക് മുന്നിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് എല്ലാവരെയും നോക്കി ഉറക്കെ പറഞ്ഞു, കേട്ടല്ലോ, ഇവൾ ആരാണെന്ന്? എന്റെ ഭാര്യ. എന്ന് വെച്ചാൽ ആഴം ഗ്രൂപ്പിന്റെ ഉടമ രുദ്രനാഥ് ഈശ്വരുടെ ഭാര്യ, അല്ലാതെ വേലക്കാരി അല്ല. മനസ്സിലായോ എല്ലാവർക്കും? അവന്റെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ലളിത, രുദ്ര മോനെ, ഇവൾ അമ്മ. ലളിത അവന്റെ അടുത്ത് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു. എന്നാൽ കത്തുന്ന നോട്ടമായിരുന്നു അതിനുള്ള മറുപടി. അങ്ങനെ ആ സമയം അവിടെ കഴിഞ്ഞു. പിന്നെ രാത്രിയായി 9 മണി. ഇഷ റൂമിൽ രുദ്രനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളാണ്. അവനാണെങ്കിൽ റൂമിലും വന്നില്ല. ഇതേ സമയം രുദ്രൻ വീടിനായി ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബാറിലിരുന്ന് മദ്യം കഴിക്കുകയാണ്. കാരണം രുദ്രൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അവന്റെ ഉള്ളിൽ വേണ്ട എന്ന് വെച്ച പല കാര്യങ്ങളും പിന്നെയും അവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയതുപോലെ. ഇഷയുടെ നോട്ടത്തിൽ രുദ്രൻ തോൽക്കുന്നു. പാടില്ല, പാടില്ല, രുദ്രൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം അവന്റെ കയ്യിലുള്ള ലിക്കർ ബോട്ടിൽ അതുപോലെ വായിലേക്ക് ഒഴിച്ച് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് വേഗം സ്വന്തം റൂമിലേക്ക് പോകാൻ തുടങ്ങി. ഇഷയ്ക്ക് വേണ്ടി. റൂമിൽ ചെന്നതും തന്നെ കാത്തിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയ ഇഷയെ രുദ്രൻ കുറച്ചു സമയം ഒന്ന് നോക്കി നിന്നു. എന്നിട്ട് ടീഷർട്ട് ഊരിക്കൊണ്ട് ബെഡിലേക്ക് കയറുകയും ഒപ്പം ഇഷയെ വലിച്ച് ബെഡിലിട്ട് അവളുടെ മുകളിലേക്ക് രുദ്രൻ കിടന്നു. പെട്ടെന്നായതിനാൽ ഇഷ ഞെട്ടിപ്പോയി. പക്ഷെ കണ്ണു തുറന്ന ഇഷ കണ്ടത് കൺമുന്നിൽ തനിക്ക് അടുത്ത് നിൽക്കുന്ന രുദ്രനെ. അതോടെ അവളുടെ മുഖത്ത് ഭയം മാറി പുഞ്ചിരി വിരിയാൻ തുടങ്ങി. പക്ഷെ രുദ്രൻ എന്നത്തെയും പോലെ അവളെ വേദനിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ അവിടെയും രുദ്രൻ തോറ്റുപോയി. ഇഷ അവനെ സ്നേഹത്തോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലിൽ അവൻ പതറിപ്പോയി. അങ്ങനെ രുദ്രൻ അവളെ തന്നെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ പ്രണയം. അത് മാത്രം മതിയായിരുന്നു അവന്റെ ഉള്ളിലെ ചെക്കുത്താനെ തണുപ്പിക്കാൻ. പക്ഷെ തോറ്റുകൊടുക്കാൻ രുദ്രൻ തയ്യാറായില്ല. അവൻ ദേഷ്യത്തോടെ, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. പക്ഷെ ഇഷയുടെ മുഖത്ത് ചിരിയായിരുന്നു. അത് കണ്ട രുദ്രൻ ദേഷ്യത്തോടെ അവളുടെ ഇടതുമാർക്ക് മുകളിലായി അമർത്തി കടിച്ചു, അവളെ വേദനിപ്പിക്കും വിധം. അതിൽ ഇഷ തോറ്റു എന്ന് തന്നെ പറയാം. വേദന സഹിക്കാൻ കഴിയാതെ എന്നൊരു ശബ്ദം അവളിൽ നിന്നും പുറത്തു വന്നു. രുദ്ര, എനിക്ക് വേദനിക്കുന്നു. അവളുടെ വാക്കുകൾ അവന്റെ ഉള്ളിന്റെ ദേഷ്യത്തിനെ തണുപ്പിക്കുന്നത് പോലെ തോന്നി രുദ്രന്. അവൻ വാശിയോടെ അവിടെ അമർത്തി കടിച്ചു. ഇഷ പിടഞ്ഞുപോയി. അവൾ നേരെ പിടയുന്നത് പോലെ നിന്ന് പിടഞ്ഞു. പക്ഷെ രുദ്രൻ അവളെ മുറുകെ പിടിച്ചു. എന്നിട്ട് അവൻ കടിച്ച ഭാഗത്ത് തന്റെ ചുണ്ടുകൾ കൊണ്ട് തഴുകാൻ തുടങ്ങി. ഇഷയിൽ വേദനയില്ലാതെ ആകുന്നത് വരെ.
എത്ര നോക്കിയിട്ടും രുദ്രൻ അവളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് തോന്നിയതിനാലാകണം രുദ്രൻ മിണ്ടാതെ വീട്ടിലേക്ക് കിടന്നു. എന്നിട്ട് കൈകൾ വെച്ച് തന്റെ കണ്ണുകൾ അടച്ച് മുകളിലേക്ക് നോക്കി കിടന്നു. അപ്പോഴോ ഇഷ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കരയാൻ തുടങ്ങി. പക്ഷേ സത്യം പറഞ്ഞ ഇഷ പോലും അറിയാതെ രുദ്രൻ ആ നിമിഷം കരയുകയായിരുന്നു. എന്താണ് സത്യം പറഞ്ഞ രുദ്രന് പറ്റിയത്? ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ എത്രയൊക്കെ നോക്കിയാലും രുദ്രന് ഇഷയോടുള്ള സ്നേഹം. ഇത്രയും സ്നേഹിച്ച രുദ്രനെ എങ്ങനെയാണ് ഇഷ വേണ്ടെന്ന് വെച്ചത്? ഇഷയെപ്പോലെ ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്യണം. താങ്ക് യു ഓൾ. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ.